തൃപ്രയാർ NES കായലോര ടൂറിസം ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ ഈ മാസം 20-ന് കായലോര ഫെസ്റ്റ് നടക്കും. വിവിധ മത്സരങ്ങൾക്കൊപ്പം രാമു കാര്യാട്ട് പുരസ്കാര സമർപ്പണവും ഉൾപ്പെടുന്നതാണ് ഫെസ്റ്റ്. 600ഓളം അംഗങ്ങളുള്ള ചാരിറ്റബിൾ പൊതുസ്ഥാപനമാണ് നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി. NES ആർട്സ് ആൻഡ് സയൻസ് കോളേജിന്റെ ഭാഗമായുള്ള കായലോര ടൂറിസം ക്ലബിന്റെ നേതൃത്വത്തിൽ വർഷം തോറും സംഘടിപ്പിക്കുന്നതാണ് ഫെസ്റ്റ്. കായലോര ഫെസ്റ്റിന്റെ കൊടിയേറ്റം NES ചെയർമാൻ ശിവൻ കണ്ണോളി നിർവഹിച്ചു. വിളംബര ജാഥ നടൻ ഷൈജൻ ശ്രീവത്സം ഉദ്ഘാടനം ചെയ്തു. ഫെസ്റ്റിന്റെ ഭാഗമായുള്ള സാഹിത്യ ചർച്ച തൃശൂർ ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി സുരേന്ദ്രൻ മങ്ങാട്ട് ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് ഓലമെടയിൽ മത്സരവും നടന്നു. ഈ വർഷത്തെ NES കായലോര ഫെസ്റ്റ് പതിവ് പോലെ വിപുലമായാണ് സംഘടിപ്പിക്കുന്നതെന്ന് NES ചെയർമാൻ ശിവൻ കണ്ണോളി വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ബുധനാഴ്ച കവിയരങ്ങും വൈകിട്ട് ചൂണ്ടയിടൽ മത്സരവും നടക്കും. വ്യാഴാഴ്ച വടംവലി മത്സരം അരങ്ങേറും. ശനിയാഴ്ച രാവിലെ നടക്കുന്ന കായലോര ഫെസ്റ്റിൽ 9:30 വിദ്യാർത്ഥികളുടെ കലാപരിപാടികളും വൈകിട്ട് 5-ന് പൂർവ്വ വിദ്യാർത്ഥി ദ്യുതി നയിക്കുന്ന നൃത്തസന്ധ്യയും അരങ്ങേറും. തുടർന്ന് വൈകിട്ട് 7-ന് നടക്കുന്ന ചടങ്ങിൽ മന്ത്രി K. രാജൻ കായലോര ഫെസ്റ്റ് ഉദ്ഘാടനം ചെയ്യും. രാമു കാര്യാട്ട് അവാർഡ്, വിദ്യാഭ്യാസ അവാർഡ് എന്നിവ ചടങ്ങിൽ സമ്മാനിക്കും. പെൻഷൻ ഉൾപ്പെടെ ചികിത്സാ സഹായവും വിതരണം ചെയ്യും. രാത്രി 8:30 കൊച്ചിൻ ബീച്ച് ഗ്യാരേജ് അവതരിപ്പിക്കുന്ന DJ നൈറ്റോടെ കായലോര ഫെസ്റ്റിന് സമാപനമാകുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ഉണ്ണികൃഷ്ണൻ തൈപ്പറമ്പത്ത്, AN സിദ്ധപ്രസാദ്, VD സന്ദീപ് എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. കോളേജിന്റെ ഭാഗമായാണ് ഉള്ളതാണ് കായലോര ടൂറിസം ക്ലബ്. അപ്പോൾ NESന്റെ കായലോര ടൂറിസം ക്ലബിൻ്റെ ആഭിമുഖ്യത്തിലാണ് ഈ കായലോര ഫെസ്റ്റ് ഡിസംബർ 20-ന് നടക്കുന്നത്. വിവിധ പരിപാടികളൊന്നും നമ്മൾ ആവിഷ്കരിച്ചിട്ടുണ്ട്. രാവിലെ മുതൽക്ക് തന്നെ വിദ്യാർത്ഥികളുടെ ആർട്സ് ഡേയും വൈകിട്ടൊരു 5 മണി മുതൽ രാത്രി 10 വരെ വിവിധ പരിപാടികൾ തയ്യാറാക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. അത് പൂർവ്വ വിദ്യാർത്ഥികളുടെ ഡാൻസ്, കുട്ടികളുടെ വിദ്യാർത്ഥികളുടെ കലാപരിപാടികൾ, അതുപോലെ തന്നെ സിനിമ ചലച്ചിത്ര മേഖലയിലെ താരങ്ങളെ അവർക്ക് അവാർഡ് നൽകൽ പരിപാടി നമ്മുടെ ബഹുമാന്യ മന്ത്രി ശ്രീ രാജൻ അവറുകളാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. പിന്നെ പല പ്രതിഭകളെ ആദരിക്കലുണ്ട്. അവസാനമായി DJ നൈറ്റോട് കൂടിയാണ് ഇതിൻ്റെ സമാപനം.